എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഹനാൻ, ഫാത്തിമ, ഐന, ഖദീജ, ഫിസാൻ. മൂന്ന് പേരേ ഉള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ? 4 പേര്, 3 പേരേ ഉള്ളൂ അല്ലേ? ഓക്കെ, ക്യാമറ ഇന്നലെ പറഞ്ഞ പോലെ ടൂള് കാണുന്ന രീതിക്ക് വെക്കുക. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാല്ലേ നമുക്ക്. മിസ്സേ 3 പേര് ജോയിൻ ആയിട്ടുള്ളല്ലോ. അതെ, പിയ വന്നിട്ടുണ്ട്. 4 പേരേ ഉള്ളൂ അല്ലെ? എന്താ നേരത്തെ ആയിട്ടാണോ എല്ലാരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത? ആരൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 1 2 3 4 5 പേര്. എല്ലാരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പറ്റി? അപ്പൊ എല്ലാരും ലിങ്ക് കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത് അല്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? എല്ലാരും ചായ ഒക്കെ കുടിച്ചോ? ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചോ? എന്താ നല്ല ചിരി ഉണ്ടല്ലോ. എന്ന് എന്തായിരുന്നു വൈകിട്ട് എന്തായിരുന്നു ചായക്ക്? ഫിസാൻ സ്റ്റക്കായല്ലോ. ഹനാൻ എന്ത് ചെയ്യുന്നു വൈകിട്ട്? ഹനാനും സ്റ്റക്കായി. ആർക്കെങ്കിലും ഹനാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹനാൻ എന്ത് ചെയ്യുന്നു? ഹനാൻ എന്ത് ചെയ്യുന്നു വൈകിട്ട്? ചായക്ക് എന്ത് ചെയ്യുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ലേ? മനസ്സിലായില്ല. ഒന്നുമില്ല വായിച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മള് ഏത് പേജ് വരെയാണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തേ? ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആണോ? ഫിസാൻ, അദബിയ, ഐന, ഖദീജ, നിങ്ങൾക്കൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓഡിയബിൾ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് പേജ് നമ്മൾ ലാസ്റ്റ് ചെയ്ത? മുഹമ്മദ് ഷസിൽ, ക്യാമറ ഓൺ ചെയ്യണേ. പേജ് നമ്പർ 5 അല്ലേ? ഓക്കെ, പേജ് നമ്പർ 6 ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, എല്ലാരും ചെയ്തിട്ടുണ്ടോ ഹോംവർക്ക്? ഫിസാൻ ചെയ്തോ? ഓക്കെ, അദബിയ, ഷസിൽ, ഐന, ഖദീജ ചെയ്തോ? ഓക്കെ, അപ്പൊ എന്നാലും ഇനി പേജ് നമ്പർ 6 ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. റൈറ്റ് ഉള്ളത് റൈറ്റ് ഇടാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് 1 3 1 3 9. ഫിസാൻ ചെക്ക് ചെയ്യുന്നില്ലേ? 9 4 2.
എ ആണോ ബി ആണോ? എ ബുക്കാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത്. ബി ബുക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. എ ബുക്ക് മാത്രം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ മാം, ഞാൻ 6ഉം 7ഉം ചെയ്യാൻ പറഞ്ഞു. 7 ഞാൻ പറഞ്ഞില്ലല്ലോ ഹോംവർക്ക്. 6 ഹോംവർക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ബി 5ഉം 6ഉം ചെയ്തത്. ഓക്കെ, എ ബുക്കിൽ 6 കംപ്ലീറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്തവര് ഇത് നോക്കുക, ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. സോയ, ഹോംവർക്ക് ആണ്. എ ബുക്കിലെ പേജ് നമ്പർ 6 ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ 1 3. സോയക്ക് കിട്ടിയോ? രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യൂല, എല്ലാരും ബുക്ക് എടുത്തേ. ഓക്കെ, 1 3. ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, പേജ് നമ്പർ 6 ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഇന്ന് ചെയ്യാം. ചെയ്യണേ. ഇത് കഴിഞ്ഞാല് ഞാൻ ഗ്രൂപ്പിൽ എല്ലാ ഹോംവർക്കും ഞാൻ ഇടാൻ പറയും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല്. അപ്പൊ മൊത്തം ചെയ്തിട്ട് വർക്ക് ലോഡ് ആവും. അപ്പൊ കറക്റ്റ് ടൈമില് ക്ലാസ്സില് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്ത് പോവാ. അപ്പൊ നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് വൺ 1 3 9 4 2 4 9 6 3 1 8 9 8 4 0 4 4 1 8 1. എല്ലാം കറക്റ്റ് ആണോ? യെസ്, വെരി ഗുഡ്. ഷെസിൽ ചെയ്തിട്ടില്ലേ? എന്താ ഹോംവർക്ക് ചെയ്യാതെ? റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഓക്കെ, ബീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? എങ്ങനാ? ബീഡ്സിന്റെ പ്രശ്നം നമുക്ക് ടഫായിട്ടുള്ള പേജ് നമ്പർ 7 ആ, പേജ് നമ്പർ 7 ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും പേജ് നമ്പർ 7 എടുത്തേ. മാം, ഞാൻ ഇത് ചെയ്തിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. മാം ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പേജ് നമ്പർ 7 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അബാക്കസ് ടൂളില് ഫോർമുലാസ്. നമുക്ക് ബിഗ് ഫ്രണ്ട് ഫോർമുല ഉണ്ട്, സ്മോൾ ഫ്രണ്ട് ഫോർമുല ഉണ്ട്, കോമ്പിനേഷൻ ഫോർമുല ഉണ്ട്. ഇങ്ങനെ 3 ഫോർമുലാസ് ഉണ്ട് നമുക്ക് അബാക്കസില്. ഇപ്പോ എല്ലാരും ഒന്ന് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയേ. ആഡ് 1, ആഡ് 2, ആഡ് 9. 9 നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് 1 ആൻഡ് ആഡ് 2 3 കിട്ടി. ഇനി ആഡ് 9 നമുക്ക് ഡയറക്ട്ലി വൺസ് റോഡിൽ ചെയ്യാൻ പറ്റുമോ? ഷെസിലിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഷെസിൽ ലാപ്പിൽ വെക്കരുത്, മടിയിൽ വെക്കരുത്. ടൂള് എവിടെയെങ്കിലും ഒന്ന് ആ സോഫയിലോ എവിടെയെങ്കിലും ഒന്ന് വെക്ക. അല്ലെങ്കിൽ അവിടെ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ ഒന്ന് വെച്ചേ. ഫോൺ അവിടെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് 1 ആൻഡ് ആഡ് 2 കഴിഞ്ഞിട്ട് ആഡ് 9 ചെയ്യാൻ പറ്റൂല അല്ലെ? പറ്റുന്നില്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് 9 എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് 9 വൺസ് റോഡില് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റൂല. ഇനി നമുക്ക് എന്താന്ന് വെച്ചാല് ഒരു സാധനം നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ ആ സാധനം അല്ലെങ്കിൽ തീർന്നു പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കടയെടുക്കും. ഷെസിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ അബാക്കസ്? കുറച്ചേ അറിയുള്ളൂ. പിന്നെ തന്നെ ആഡ് ചെയ്തിട്ട് ബാക്കി എന്താന്ന് അറിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോട് ചോദിക്കും അല്ലെ, ബോറോ ചെയ്യും.
അല്ലെ? അതുപോലെ നമുക്ക് 9 ഡയറക്ട്ലി എടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മള് വൺസ് റോഡിന്റെ നേരെ അപ്പുറമുള്ള ഏത് റോഡാ? ടെൻസ്. അപ്പൊ നമ്മുടെ നേരെ അപ്പുറമുള്ള ടെൻസ് റോഡിന്റെ അടുത്ത് ഒരു വീട് ബോറോ ചെയ്യാം. അപ്പൊ ഈ ടെൻസ് റോഡ് ആരാ? ബോസ്. ഓക്കെ, ടെൻസ് റോഡിൽ ഒരു വീട് ബോറോ ചെയ്യുമ്പോ ആ ഒരു വീടാണ് ബോസ്. നമ്മൾ ബോസിന്റെ അടുത്ത് നിന്ന് ഒരു വീട് ബോറോ ചെയ്യാം. ആഡ് ദി ബോസ്. ഇനിയിപ്പൊ നമുക്ക് 10 ആണ് കിട്ടിയത് അല്ലെ? പക്ഷെ നമുക്ക് 10 ആണോ വേണ്ടത്? നമുക്ക് ആരെയാ വേണ്ടത്? 9 ആണ് വേണ്ടത്. അപ്പൊ നമ്മള് 10നെ 9 ആക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? 10നെ 9 ആണ് നമുക്ക് ആക്കേണ്ടത്. അപ്പൊ നമ്മൾ എത്ര ലെസ് ചെയ്യണം? അതിലേക്ക് 5 ആഡല്ലേ? 5 ലെസ് ചെയ്താ 10ന് 5 ലെസ് ചെയ്താ എത്ര കിട്ടുന്നേ? 5 ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് 9 ആ വേണ്ടത്. അപ്പൊ എത്ര ലെസ് ചെയ്യണം? 4. 1. ആരാ 1 പറഞ്ഞേ? ആ 1 ആണ് ലെസ് ചെയ്യേണ്ടത്. 10ന് 1 ലെസ് ചെയ്താലല്ലേ 9 കിട്ടുക. യെസ്. അപ്പൊ നമ്മള് +9ന്റെ ഫോർമുല പഠിച്ചു. എന്താണ്? +10 - 1. ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. ഈ 1 എന്ന് പറഞ്ഞാല് 9ന്റെ ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പൊ ബോസിനെ ആഡ് ചെയ്തിട്ട് ഫ്രണ്ടിനെ ലെസ് ചെയ്യുന്നു. ആഡ് ദി ബോസ് ആൻഡ് ലെസ് ദി ഫ്രണ്ട്. ആൻസർ അപ്പോ ക്ലിയർ ആയോ? ആൻസർ എത്ര കിട്ടി? ആൻസർ 12 കിട്ടും. അതൊക്കെ അതല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ +9ന്റെ ഫോർമുല ഹനാൻ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. +9 = +10 - 1. ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. +10 - 1. നമ്മൾ 10നെ ആഡ് ചെയ്തിട്ട് 1നെ ലെസ് ചെയ്ത് കൊടുക്കുക. 1നെ എവിടുന്ന് ലെസ് ചെയ്ത് കൊടുക്കണം? വൺസ് റോഡിൽ നിന്ന്. 10നെ ടെൻസ് റോഡിൽ ആഡ് ചെയ്തിട്ട് 1നെ വൺസ് റോഡിൽ നിന്ന് ലെസ് ചെയ്ത് കൊടുക്കുക. ഹിസാന് ക്ലിയർ ആണോ? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കാണിച്ചു തരും. സോയ ക്ലിയർ ആണോ? ഓക്കെ, +9ന്റെ ഫോർമുല സോയ ഒന്ന് പറഞ്ഞേ. +9ന്റെ ഫോർമുല, ബിഗ് ഫോർമുല. സോയ പറയട്ടെ. സോയ പറഞ്ഞിട്ട് ഷെസിലിന് പറയാം. മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ, നമ്മള് ടെൻസ് ഒന്ന് ബോറോ ചെയ്യാം. അന്നേരം ടെൻസ് ബോസ് ആവും. അതിന്ന് ഒന്ന് ലെസ് ചെയ്ത് എത്രയാണ്? ഓക്കെ, അത് അങ്ങനെ പറയരുത്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. +9 = +10 - 1. ഇങ്ങനെ തന്നെ പഠിക്കണം. എങ്ങനെയാണ്? +9 = +10 - 1. ഓക്കെ, ഓക്കെ. ഹനാൻ ഒന്ന് പറഞ്ഞേ +9ന്റെ ഫോർമുല. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് 9 ഞാൻ കാണിക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. ആഡ് 1 നമ്മൾ വൺസ് റോഡിൽ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു. ഇനി ആഡ് 2 നമ്മള് വൺസ് റോഡിൽ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു. ഇനി +9 എടുക്കാനുണ്ടോ ഇനി വൺസ് റോഡില്? 9 എടുക്കാൻ പറ്റൂല്ലേ? ഓക്കെ, അപ്പൊ 3 ഓൾറെഡി നമ്മൾ വൺസ് റോഡിൽ എടുത്തു. ഇനി നമുക്ക് 9 എടുക്കണം. പക്ഷെ 9 എടുക്കാൻ നമ്മൾ വൺസ് റോഡിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടെൻസ് റോഡിൽ നിന്ന് ഒരു വീടിനെ ബോറോ ചെയ്യും. എന്ത് ചെയ്യും? കടം മേടിക്കും. ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ കടം മേടിക്കാം. അപ്പൊ നമ്മള് ടെൻസ് റോഡിൽ നിന്ന് ഒരു വീട് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്കിപ്പോ 10 അല്ലേ കിട്ടിയത്. നമുക്ക് എന്തിനാ വേണ്ടത്? 9 ആണ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ? പക്ഷെ നമ്മൾ 10നെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ 10നെ 9 ആക്കാൻ വേണ്ടിയിട്ട് 10ന് 1 ലെസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊന്ന് നോക്കിയേ. 10 എടുത്തിട്ട് 1 ലെസ് ചെയ്താലല്ലേ 9 കിട്ടുന്നേ? യെസ്.
അപ്പൊ നമ്മൾ 1 എവിടെ നിന്ന് ലെസ് ചെയ്ത് കൊടുക്കും? 10 ആഡ് ചെയ്തിട്ട് വൺസ് റോഡിന് 1 ലെസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹനാന ക്ലിയർ ആണോ? ഹനാൻ, അപ്പൊ +9 ഫോർമുല എന്ന് പറഞ്ഞാല് +10 -1 +10 -1 അങ്ങനെ തന്നെ പഠിക്കണേ. 10 ആഡ് ചെയ്തിട്ട് 1 ലെസ് ചെയ്യുക അങ്ങനെ പറയരുത്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ പറയുന്നത്. നിങ്ങൾ അതിന്റെ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കണം. +10 -1 +10 ഒന്ന് പറഞ്ഞു നോക്കിയേ. +10 -1 +10 -1 ഓക്കെ. ഇനി 7th പേജിലെ അപ്പറിൽ ഒരു +9 = +10 -1 ഇവിടെ കണ്ടോ? ഒന്നാമത്തേതാണോ? അതൊരു 3 പ്രാവശ്യം ഒന്ന് എഴുതിക്കേ താഴെ കോളത്തില്. +9 = +10 -1. എനിക്കൊരു കോള് വരുന്നുണ്ട്. ഓക്കെ, വേഗം വരണേ. അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് മാഡം പറഞ്ഞത്? അവിടെ ഉണ്ടല്ലോ മുകളില് +9 = +10 -1 കഴിഞ്ഞിട്ട് താഴെ 3 കോളംസ് ഉണ്ടല്ലോ, അതൊന്ന് എഴുതാ. +9 = +10 ഫോർമുല അവിടെ എഴുതി കൊടുക്കുക. +9 = +10 -1 3 എഴുതണം. നടുവിലല്ല, സൈഡില് 3 കോളത്തിൽ എഴുതണം. ഫിസാൻ ബുക്കില്ലേ? ഫിസാൻ, ഹലോ, മൈക്ക് ഓൺ ചെയ്യണേ. ഫിസാൻ മൈക്ക് ഓൺ ചെയ്യണേ. പറഞ്ഞോ. എങ്ങനാ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ആഡ് 1 എടുത്ത് വൺസ് റോഡില്. സെറ്റ് 0 ചെയ്തിട്ട് ആഡ് 1 എടുക്കുക. എടുത്തോ? ആഡ് 2 എടുത്തേ. ഇനി ആഡ് 9 എടുത്തേ. 9 എടുക്കാൻ പറ്റുന്നുണ്ടോ? ഫിസാൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഷെസിൽ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ഷെസിലിന് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ആഡ് 1 എടുത്തിരുന്ന ഷെസിൽ ശ്രദ്ധിക്കുക. ഇനി മനസ്സിലാവാത്തവരൊക്കെ ശ്രദ്ധിക്കാട്ടോ. ആർക്കൊക്കെ മനസ്സിലാവാത്തുണ്ടോ എന്ന് പറഞ്ഞേ. ജോയക്ക് മനസ്സിലായോ? എനിക്ക് വെള്ളം കുടിച്ചോട്ടോ. ഓക്കെ, അയിനെ ഖദീജക്ക് മനസ്സിലായോ? ഓക്കെ, ഹനാന് മനസ്സിലായി. അദബിയക്ക് മനസ്സിലായിട്ടില്ലേ? ഹന്നക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കാണ് മനസ്സിലാവാത്ത. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. ഷെസിൽ ആൻഡ് ഫിസാൻ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, ആഡ് 1 ചെയ്തു. ഇനി ആഡ് 2 ചെയ്തേ. തം ഫിംഗർ വെച്ചിട്ടാണ് വൺസ് റോഡില് തം ഫിംഗർ വെച്ചിട്ട് 2 ആഡ് ചെയ്തേ. ഇനി 9 ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? 9ന്റെ ഫോർമുല യൂസ് ചെയ്യണ്ടേ. ബിഗ് ഫ്രണ്ട് ഫോർമുല. 9ന്റെ ബിഗ് ഫ്രണ്ട് ഫോർമുലയാണ് +10 -1. 10 നമ്മൾ എവിടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? ടെൻസ് റോഡിലാണ്. ടെൻസ് റോഡിൽ. അങ്ങനെയാണെങ്കിൽ ടെൻസ് റോഡിൽ ഒരു 10 ആഡ് ചെയ്ത് കൊടുക്കുക. ഫിസാന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫിസാൻ സ്റ്റക്ക് ആണ്. മാഡം +10 ആഡ് ചെയ്തു 1 ലെസ് ചെയ്യാം. 10 ആഡ് ചെയ്തിട്ട് 1 ലെസ് ചെയ്യാം. നമ്മള് 9 ഡയറക്റ്റ്ലി എടുക്കാനില്ലാത്തതുകൊണ്ട് 9ന് പകരം നമ്മൾ 10നെയാണ് എടുക്കേണ്ടത്. അപ്പൊ 10 ആണ് ബോസ്. അപ്പൊ നമ്മൾ 10 എടുക്കുമ്പോ 10 ആണ് ആവുന്നത്. പക്ഷെ നമുക്ക് 10 അല്ല വേണ്ടത്, 9 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഡ് 10 ചെയ്തിട്ട് 1നെ ലെസ് ചെയ്ത് കൊടുക്കും. 10ന് 1 ലെസ് ചെയ്താലല്ലേ 9 കിട്ടുന്നേ. എങ്ങനെയാ?
ടെന്നിന്ന് 1 ലെസ് ചെയ്താൽ 9 കിട്ടും. യെസ്, അപ്പൊ നമ്മള് +9 ഈക്വൽ ടു +10 -1. 1 നമ്മള് വൺസ് റോഡിലാണ് ലെസ് ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ, 10 നമ്മൾ ടെൻസ് റോഡിൽ ആഡ് ചെയ്യാം, 1 നമ്മൾ വൺസ് റോഡിൽ ലെസ് ചെയ്യാം. ഓക്കെ, ഫിസാന് ക്ലിയർ ആണോ? ആൻസർ എങ്ങനെ കിട്ടും അപ്പം? ആൻസർ ബാക്കി വാല്യൂ ബാറിൽ എത്ര ബീഡ് ഉണ്ടെന്ന് നോക്കുക, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ ഓക്കെ, വാല്യൂ ബാറിൽ ബാലൻസ് ആയിട്ട് എത്ര ബീഡ് വരുന്നോ അതാണ് അതിന്റെ ആൻസർ. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ബാറിൽ ലാസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അതെന്താ അതിന്റെ ആൻസർ. അതുപോലെ തന്നെയാണ് ഇതും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാന് ഫിസാനും ഷെസിൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഷെസിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കണേ ഷെസിൻ. മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് ഓഫ് ചെയ്യണേ ഷെസിൻ. ഫിസാന് മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മള് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. പേജ് നമ്പർ 7 സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാരും ശ്രദ്ധിക്കണേ. ഫസ്റ്റ് നമ്മള് സോയ ശ്രദ്ധിക്കണേ. പറഞ്ഞു തരാവോ? നമ്മളിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, 7th പേജിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ആഡ് 6 നമ്മള് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കാട്ടോ, എന്റെ കൂടെ ചെയ്ത് നോക്കുക. 6 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് 9 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? +9 ഫോർമുല പറഞ്ഞേ. ആഡ് 10 വെരി ഗുഡ്. ആഡ് 10 -1. ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ, എന്നിട്ട് നെക്സ്റ്റ് ആൻസറിൽ മൈക്ക് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഇനി +4 ആണ്. 4 നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ട്ലി വൺസ് റോഡില് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 19. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇനി ആഡ് 2 ആഡ് ചെയ്തിട്ട് +9. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? +10 -1. ഇനിയും +9 ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 9 ഡയറക്ട്ലി ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മള് ഒരു 10 കൂടി ബോറോ ചെയ്യാം ആൻഡ് 1 ലെസ് ചെയ്ത് കൊടുക്കാം. സെയിം ഫോർമുല യൂസ് ചെയ്യാം, +10 -1. ഓക്കെ, ഇപ്പൊ നമ്മള് 2 എടുത്തു, അതിക്കൊരു 9 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് 9ന്റെ ഫോർമുല യൂസ് ചെയ്യണം അല്ലെ. 9 ഡയറക്ട്ലി ഇല്ല, അപ്പൊ +10 -1. ഇനി ഒരു 9 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ഫോർമുല ഒന്നുകൂടി യൂസ് ചെയ്യാം, +10 -1. ക്ലിയർ ആണോ? റോഡിൽ 2 ബിറ്റ്സ് എങ്ങനാ? വൺസ് റോഡിലെ ഒന്ന് തുടങ്ങിട്ട് ലാസ്റ്റ് 10th റോഡിൽ നിന്നാണല്ലോ നിർത്തിയത്. എങ്ങനാ? വൺസ് റോഡിലെ ഒന്നാണ് ആഡ് ചെയ്തത്, പക്ഷെ ലാസ്റ്റ് 10th റോഡിൽ നിന്നാണല്ലോ നിർത്തി. ലാസ്റ്റ് ആൻസർ ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് 20 കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി മാം ചെയ്ത് കാണിക്കാം. ഷെസിൻ ശ്രദ്ധിക്കണേ. ഒരു മിനിറ്റ് വേട്ടോ. എന്താണ് ഒരു മിനിറ്റിന്? ആൻസർ ഒന്നുകൂടി നോക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാം. ആഡ് 3 നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യുന്നു, +9. അപ്പൊ നമ്മൾ +9ന്റെ ഫോർമുല +10 -1. ഇനി +5 നമ്മൾ ഡയറക്ട്ലി ആഡ് ചെയ്യുന്നു, ആൻസർ കിട്ടി 17. 17 യെസ്, മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യണം മനസ്സിലാവാത്തവര്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആരാണ്? സോയാണോ? സോയക്ക് എന്താ മനസ്സിലാവാത്തേ? മാം പറഞ്ഞത് കേട്ടില്ല ക്ലിയർ ആയിട്ട്. ഇപ്പൊ പറഞ്ഞതന്നെ, നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളൂ.
ഓക്കെ 9ന്റെ ഫോർമുല മനസ്സിലായില്ലേ? അത് എങ്ങനെയാ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അത്രേ പറഞ്ഞോളൂ. നമ്മൾ ആ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളൂ. ആഡ് 3 ചെയ്തു, +9 പിന്നെ +10 -1 അപ്പൊ 12 കിട്ടി. ഇനി പിന്നെ ചെയ്തത് +5, നമ്മൾ +5 കൂടി ആഡ് ചെയ്തെടുത്തപ്പോ നമുക്ക് 17 കിട്ടി. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ടൂള് വെച്ചിട്ടാണ് സോയ. ടൂൾ എവിടെ? ടൂൾ എടുത്തേ. ടൂളിൽ വേണം ചെയ്യാൻ. ഓക്കെ, ആഡ് വിത്ത് തം, ലെസ് വിത്ത് ഇൻഡെക്സ്. ലോവർ ബീഡില്, അപ്പർ ബീഡില് ആഡ് ആൻഡ് ലെസ് വിത്ത് ഇൻഡെക്സ്. അദബിയ, ടൂളില് ചെയ്യണേ, മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യരുത്. ടൂളിൽ വേണം ചെയ്യാൻ. എല്ലാരും ടൂളിൽ ചെയ്യണം. അതിനാ ഖദീജ, എന്താ ഡൗട്ട് ഉണ്ടോ? ടൂൾ എവിടെ? ടൂൾ കാണുന്നില്ലല്ലോ. ഓക്കെ, ടൂളിൽ വേണം ചെയ്യാൻ. ഹനാൻ ഫാത്തിമ, ഹനാൻ ഫാത്തിമയുടെ മുകളിലാണ്. ഹന്നക്ക് ഓക്കെ അല്ലേ? കിട്ടുന്നില്ല ചെയ്യാൻ? ഓക്കെ. സോയ, ചെയ്യാൻ കിട്ടുന്നില്ലേ? മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യരുത് സോയ, വെച്ചിട്ട് തന്നെ ചെയ്യണേ. ഓക്കെ മാം, ഞങ്ങളുടെ ഫോണിലോട്ട് കോള് വരുന്നുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്യുവാണേ. ഓക്കെ, ജോയിൻ ചെയ്യണേ. ഓക്കെ മാം. പെട്ടെന്നാവണേ. അതിനകത്ത് ടൂൾ എവിടെ? കാണുന്നില്ല. ടൂള് കാണുന്ന രീതിക്ക് വെക്കണം. ഹന്നയുടെ കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഹന്നയുടെ ഇപ്പൊ അങ്ങനെ വെച്ചോ, കുറച്ചുകൂടി താഴോട്ടാക്കിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ വെക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, ഇത് ടാബായി. ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ബാക്കിലോട്ടാക്കി വെച്ച് നോക്കിയേ. ബാക്കിലോട്ടാക്കാൻ പറ്റില്ല? ടാബ് കുറച്ച് ബാക്കിലോട്ടാക്കാൻ പറ്റുമോ? അപ്പൊ മുകളിലോട്ടാ കാണുന്നേ അല്ലേ? താഴോട്ട് കാണാൻ പറ്റില്ല? ഓക്കെ ഓക്കെ, ടൂളിൽ തന്നെ ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ആരും ചീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനാ? ഞാൻ 7 ചെയ്തു, ബാക്കി 8ാമത്തെ ആൻസർ മനസ്സിലാവുന്നില്ല. ആൻസർ മനസ്സിലാവാതെ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കൊറേ ടൈം നമുക്ക് ഇവിടെ വേസ്റ്റ് ചെയ്യാനില്ല കേട്ടോ. എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം.
എനിക്കൊരു ഡൗട്ട്. സെവൻത്ത് ക്വസ്റ്റ്യന് 9 plus 3 minus 9 9 minus 3 plus 9 അല്ലേ? minus. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയേ, 7th ക്വസ്റ്റ്യൻ അല്ലേ? Yes, ma'am. 9 minus 3 ആണ്. 7th ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയേ. Minus 8 കിട്ടും. ഓക്കെ, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ മൈനസ് കണ്ടോ? 3ന്റെ സൈഡില് ഒരു മൈനസ് കണ്ടോ? അത് 9. നോക്കുന്നൊരു കൺഫ്യൂഷൻ. 7th ക്വസ്റ്റ്യൻ അല്ലേ? Yes, ma'am. 9 minus 3 plus 9 ആണ്. ഇത് കണ്ടോ? -3 ആണ്. നയൻ ആഡ് ചെയ്യാം, 9 3 മൈനസ് ചെയ്യാം, പിന്നെ 9 പ്ലസ് ചെയ്യണമെങ്കിൽ +10 - 1. Ma'am, the answer is 15. യെസ്, ആൻസർ ഇപ്പൊ പറയണ്ട, എഴുതിയാ മതി. ക്ലാസ്സിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാട്ടോ. ലിങ്ക് വരുമ്പോഴ്, ലിങ്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെറുതെ ആവും ഫീസ് കൊടുത്തത്. അറിയാത്തോണ്ട് 3 ക്വസ്റ്റ്യൻ. ഷെസിൽ എന്താ മൈൻഡ് കാൽക്കുലേഷൻ ആണോ ചെയ്യുന്നത്? എന്താ ടൂളിൽ ചെയ്യാത്ത? ഞാൻ ചെയ്തിട്ട് ആൻസർ കിട്ടിയത് എഴുതാണ് ഇപ്പൊ. ആ, ആ ടൂൾ ഒന്ന് കുറച്ച് മുകളിൽ വെച്ചിട്ട് താഴെ ഒന്ന് വലിച്ചു നോക്കിയേ ബുക്ക്. അപ്പൊ നിനക്ക് എഴുതാലോ. കുറച്ച് താഴോട്ടാക്കി നോക്കിയേ ബുക്ക്, എന്നിട്ട് ടൂൾ അതിന്റെ സെന്ററിലായിട്ട് വെക്ക്. ആ, ഓക്കെ. ഇനി ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ കാണുന്ന രീതിക്ക് വെക്കണേ. ഫസ്റ്റ് ചെയ്തു, രണ്ടാമത്തെ ആ, ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, അയിന ഖദീജയുടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാം. അയിന ഖദീജ ചെയ്യുന്ന കറക്റ്റ് ആട്ടോ. പക്ഷെ ടൂള് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം, റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മള് വീട് മൂവ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. മോളുടെ വലത് കൈ ഏതാ അയിന ഖദീജ? വലത് കൈ കൊണ്ട് വീട് മൂവ് ചെയ്യേ റൈറ്റ് ഹാൻഡില്. വലത് കൈ ഏതാ? വലത് കൈ കൊണ്ടാണ് നമ്മൾ വൺസ് റോഡിൽ വീട് മൂവ് ചെയ്യണ്ടേ. ആ ബുക്ക് ഒന്ന് ഇങ്ങനെ നീക്കി നോക്കിയേ, ഇങ്ങനെ നീക്കി ഒന്ന് നീക്കി വെച്ചേ. ആ, ഇനി ടൂൾ അവിടെ വെച്ചേ. ആ, ബുക്കിന്റെ മുകളിലായിട്ട്. ഓക്കെ, ഇനി ഒന്ന് ചെയ്തേ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വൺസ് റോഡിലെ വീട് മൂവ് ചെയ്യാ, റൈറ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് വൺസ് റോഡിലെ വീട് മൂവ് ചെയ്യാ. 4 കൂട്ടിയാലല്ലേ മാഡം നമുക്ക് 9 കിട്ടുക? തെറ്റായില്ലേ? ഇടത്തെ കൈ കൊണ്ട് ടൂള് പിടിച്ചു കഴിഞ്ഞാ ഓക്കെ. ഇനി +10 ആഡ് ചെയ്യണമെങ്കിൽ ഏത് ഫിംഗർ ആണ്?
ഇൻഡെക്സ് ഫിംഗർ. എന്താ നിങ്ങൾ ആരും ആ കറക്റ്റ് മെത്തേഡില് ഹോൾഡ് ചെയ്യാത്തെ? വെറുതെ അബാക്കസ് ബീഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാ പറയുന്നേ. പെൻസിൽ എവിടെ അതിനാ? പെൻസിൽ കയ്യിൽ പിടിച്ചേ. ഓക്കെ, ഇനി ബീഡ് മൂവ് ചെയ്തേ. വൺസ് റോഡില് തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാ ലോവർ ബീഡില്. ആ, ഇനി ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേ. ടൂൾ ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ വേണം ബീഡ് മൂവ് ചെയ്യാൻ. അയ്യോ അങ്ങനെയല്ല മോളെ, അവിടെ വെച്ചോ. ഞാൻ അത് കാണിക്കാൻ വേണ്ടിട്ട് പിടിച്ചതാ. നീ ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം എന്നാ പറഞ്ഞേ. ഓക്കെ, ഇനി ചെയ്തോ. നിങ്ങക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഇതാണ് ഈസി മെത്തേഡ് ആയി തോന്നുക. റൈറ്റ് ഹാൻഡ് അതിനെ പിടിക്കണ്ട അതിനാ. റൈറ്റ് ഹാൻഡ് ഫ്രീ ആക്കി വിട്ടോ. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചാൽ മതി. ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. ആരത് വാച്ച് ചെയ്തില്ല? ആരത് കണ്ടില്ല? അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് ഇത്ര കൺഫ്യൂഷൻ വരില്ലല്ലോ. അതിനെ കണ്ടായിരുന്നോ ഗ്രൂപ്പിൽ വിട്ട വീഡിയോ? അതൊന്നുകൂടി എല്ലാരും വാച്ച് ചെയ്യണം കേട്ടോ. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാരും അത് ഒന്നുകൂടി വാച്ച് ചെയ്യാ. പാരന്റ്സ് അടുത്തുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കാം. ആ വീഡിയോ ഒന്നുകൂടി വാച്ച് ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് അബാക്കസ് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നതില്. ഓക്കെ, വെരി ഗുഡ്. ഫിസാന് ഡൗട്ട് ഉണ്ടോ? കുറച്ച് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. എങ്ങനാ? എനിക്ക് മനസ്സിലാവാത്ത ഞാൻ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവാത്ത ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിയേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്പർ 8, പിന്നെ 12, 14, 15, 16, 17. ബാക്കി ഇത്രേ ഉള്ളൂ. അതൊന്നുകൂടി ചെയ്ത് നോക്കിയേ. നമ്പർ 8 ഒന്ന് ചെയ്ത് നോക്കിയേ. 9 ആഡ് ചെയ്തിട്ട് ഒരു 9 കൂടെ ആഡ് ചെയ്യണം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 9 എഴുതിട്ട് പിന്നെ 9 എഴുതുമ്പോൾ അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, 9 ആഡ് ചെയ്തിട്ട് ഒരു 9 കൂടി ആഡ് ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് യൂസ് ചെയ്യാം. +10 - 1 അത് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ ചെയ്തു. ഇതുപോലെ കിട്ടും. അതിനാ ഖദീജ ടൂള് ഹോൾഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ഗ്രൂപ്പിൽ പോയിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യാട്ടോ. എന്നിട്ട് നാളെ വരുമ്പോഴേക്ക് കറക്റ്റ് മെത്തേഡിൽ പിടിക്കാം. ഞാൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. മോള് ഏത് കൈ കൊണ്ട് എഴുതല്? മോള് ലെഫ്റ്റ് ഹാൻഡർ ആണോ? അല്ല, ഐന ഖദീജ. വലത് കൈ കൊണ്ടാ ഇടത് കൈ കൊണ്ടാ എഴുതല്? വലത് തന്നെയല്ലേ എഴുതല്? ഓക്കെ, അപ്പൊ പ്രോബ്ലം ഇല്ല. അപ്പൊ ആ കറക്റ്റ് മെത്തേഡ് തന്നെയാണ്. വലത് കൈ കൊണ്ടാണ് നമ്മൾ വൺസ് റോഡിൽ ബീഡ് മൂവ് ചെയ്യേണ്ടത്. മോളുടെ വലത് കൈ ഏതാ?
അപ്പൊ അതുകൊണ്ട് വേണം വൺസ് റോഡിൽ വീട് മൂവ് ചെയ്യാൻ. ഓക്കെ, അതിൽ വേണം പെൻസിലും പിടിക്കാൻ. ഓക്കെ, ചെയ്തോളൂ. നമ്മളെ ക്ലാസ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. നമ്മൾ ആകെ ചെയ്ത ഒരു പേജാണ്. നമ്മൾ ഒരു ദിവസം 3 പേജസ് എങ്കിലും ചെയ്യണം, എങ്കിലേ നമുക്ക് ലെവൽ 1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ കുറച്ചുകൂടി സ്പീഡായി കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ നമ്പർ 15 അതെന്താ ഇങ്ങനെ വെച്ചിട്ടുള്ളത്? ആഡ് 9 ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിന്ന് അതിക്ക് വണ്ണം ആഡ് ചെയ്തിട്ട് ചെയ്യാം. ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്യാം. അതെ. ആൻസർ എത്ര കിട്ടിയേ? കിട്ടിയിട്ടില്ല. ഞാൻ 1 ആഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്യും. ഒന്നും കൂടി ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ കിട്ടി അതിന്റെ ആൻസർ. എങ്ങനാ? കിട്ടി. എത്ര ആൻസർ കിട്ടിയേ? 10. ഓക്കെ, കറക്റ്റ്. Finish, ma'am. ഓക്കെ, വെരി ഗുഡ്. ആഡ് ചെയ്യുന്ന തം ഫിംഗർ വെച്ചിട്ട്, ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാണ്. ഇൻഡെക്സ് ഫിംഗർ എന്ന് പറഞ്ഞാല് ചൂണ്ട് വിരല്. ഈ 16 ഇല്ല, അതിന്റെ ആൻസർ ഇതല്ലേ? 29. ആൻസർ ഞാൻ ലാസ്റ്റ് പറഞ്ഞാ പോരെ ഷെസിൽ? ചോദിച്ചതാണ് എനിക്ക്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞതാട്ടോ. ഓക്കെ, അതിനകത്ത് ഇപ്പൊ വൺസ് റോഡ് ചെയ്യുന്നത് ക്ലിയർ ആണ്. ടെൻസ് റോഡില് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തേ. വൺസ് റോഡ് ക്ലിയർ ആണ്, വൺസ് റോഡ് ഓക്കെ ആണ്. ഇപ്പോ ഇനി ടെൻസ് റോഡില് ഇടത്തെ കൈ ആ ടൂള് പിടിച്ചേ. ഓക്കെ, ഇനി ഇടത്തെ കൈ പൊക്കണ്ട, അവിടെ വെച്ചോ. ഓക്കെ, ഇനി ഇടത്തെ കയ്യിൽ 10 ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു 10 ആഡ് ചെയ്യാന് നമ്മള് ഓക്കെ ഇങ്ങനെ പിടിക്കൂല്ലേ. ഇങ്ങനെ പിടിക്കുമ്പോ നമുക്ക് 10 ആഡ് ചെയ്യാന് ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് വേണം നമ്മള് 10 ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ 10 ആഡ് ചെയ്യാം, 10 ലെസ് ചെയ്യാം, 10 ആഡ് ചെയ്യാം, 10 ലെസ് ചെയ്യാം. ഓക്കെ ഓക്കെ, വൺസ് റോഡില് വലത് കൈയുണ്ട്, ടെൻസ് റോഡില് ഇടത് കൈയുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ 6th പേജിലെ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ 6th പേജിൽ ഇപ്പൊ ഫോട്ടോ എടുത്ത് അയച്ചു തരട്ടെ? ക്ലാസ് കഴിഞ്ഞിട്ട് അയച്ചു തന്നാ മതി കേട്ടോ. ഓക്കെ മാം. ഫിനിഷായോ? ലാസ്റ്റ് ഒന്നും കൂടി ചെയ്യാനുള്ളൂ.
സോയയുടെ ഫിനിഷ് അല്ലേ? ഇനി ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് ചെയ്യണേ. എന്താ എന്റെ ഫിനിഷ് ആയി. രണ്ടെണ്ണത്തിന്റെ ആൻസർ പോയി. അപ്പൊ വെച്ചു. ഞാൻ ഗ്രൂപ്പിൽ അയച്ച വീഡിയോ എല്ലാരും കാണാം. സോയയുടെ ഒന്നും ഫിംഗർ മൂവ്മെന്റ്സ് കറക്റ്റ് അല്ല. സോയ വീഡിയോ കാണൂലേ? വീഡിയോ ഓക്കെ. ഓക്കെ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഓക്കെ. അയിന ഖദീജ ഏതുവരെ ചെയ്തു? എന്നെയാണോ മാം? 18ഓ? ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്തില്ലേ? ആൻസേഴ്സ് ചെക്ക് ചെയ്യണേ. സോയ സ്റ്റോപ്പ് ചെയ്തോളൂ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ബാക്കി. കുഴപ്പമില്ല സോയ, നമ്മുടെ ക്ലാസ് കഴിയാറായില്ല, അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി മാമിന് പറയാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതുവരെ ചെയ്ത ആൻസർ മോള് കറക്റ്റ് ചെയ്യണേ, ആൻസർ ചെക്ക് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ സ്ലോ ആവുന്നേ നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയ ആയിരിക്കും ഫസ്റ്റ് ചെയ്യും. ഓക്കെ, ചെയ്യൂലേ? ഇപ്പൊ സ്ലോ ആയാലും കുറച്ച് കഴിഞ്ഞാൽ സോയ ഫസ്റ്റ് ചെയ്യൂലേ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ആൻസർ കിട്ടിയില്ലേ, ആ നമ്പേഴ്സ് തന്നെ, ആ ക്വസ്റ്റ്യൻസ് തന്നെ വീട്ടിൽ നിന്ന് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും എല്ലാവരുടെയും ഫസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡില്. അപ്പൊ ഇപ്പൊ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസിന്റെ അവിടെ ആൻസേഴ്സിന്റെ അവിടെ ടൂൾ വെക്കുക ഇതുപോലെ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാന് ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ചെയ്യാം, നിങ്ങൾക്ക് തന്നെ കറക്റ്റും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ആൻസേഴ്സ് ചെക്ക് ചെയ്തോളൂ. ഫസ്റ്റ് വൺ 13, 19, 17, 16, 18, 15, 19, 10, 15, 10, 12, 14, 15, 10, 29, 27, 10, 10, 18. ആൻസർ എഴുതുമ്പോഴത്തേന് മേഡം പോയി. എങ്ങനാ? 5ന്റെ ആൻസർ പറഞ്ഞ 1ന്റെ ആൻസർ ടിക്ക് ഇടുമ്പോഴത്തേന് തെറ്റി. ബാക്കിയൊക്കെ കറക്റ്റ് ആണോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യനും സിക്സ്ത് ക്വസ്റ്റ്യനും ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. പറയോ? ടിക്കറ്റ് തീർന്നിട്ടില്ല. ആൻസേഴ്സ് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ പറയുള്ളൂ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ അപ്പൊ ആൻസർ റൈറ്റ് ആൻസർ എഴുതാൻ ട്രൈ ചെയ്യണ്ട. എന്ത് ചെയ്യണം, തെറ്റുള്ളത് തെറ്റെന്ന് ഇടാ. റൈറ്റ് ആൻസർ നിങ്ങൾ തെറ്റ് ഒന്നുകൂടി കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ ആൻസർ എഴുതണം. ഓക്കെ, എനിക്ക് ഇത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളതാണ് നോക്കണ്ടേ. ഞാൻ ഇടും. ഓക്കെ, ഒന്നുകൂടി പറയാം. 13, 19, 17, 16, 18, 15, 19, 10, 15, 10, 12, 14, 15, 10, 29, 27, 10, 10, 18. ഫിസാന്റെ കറക്റ്റ് ആണോ ഫുള്ള്? ഫിസാൻ ഫുൾ കറക്റ്റ്. വെരി ഗുഡ്. ഫിസാന്റെ കറക്റ്റ് ആണോ? ഓക്കെ, വെരി ഗുഡ്. അതപ്രിയ ഓക്കെ, കറക്റ്റ് ആണ്. അനാൻ വെരി ഗുഡ്, വെരി ഗുഡ്. അയിന എനിക്ക് 60
ലാസ്റ്റ് ക്വസ്റ്റ്യന് കിട്ടിയത് 18. യെസ് കറക്റ്റ്. അയിന ഖദീജ കറക്റ്റ് ആണോ? അതിന്റെ കുറച്ച് ഓക്കെ. അയിന ഖദീജയുടെ കറക്റ്റ് ആണോ? കുറച്ച് എഴുതാത്തുണ്ടായിരുന്നു, അപ്പൊ മനസ്സിലായില്ല. എഴുതിയതൊക്കെ കറക്റ്റ് ആണോ? ആ ആ എഴുതാത്ത ഒന്നുകൂടി ചെയ്യാട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ടേ നീക്കാവൂ. ഹന്നയുടെ ഫുള്ള് കറക്റ്റ് ആണോ? യെസ്. ഓക്കെ. സോയ എന്താ ലെഫ്റ്റ് ആയേ? ഷെസിൽ ഏതാ റോങ് ആയേ? ഓക്കെ, അത് ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇപ്പൊ നമ്മള് +9 ഫോർമുലയാണ് പഠിച്ചത്. ഇനി നമുക്കുള്ളത് +8 ആണ്. അപ്പൊ +8 ഫോർമുല എന്തായിരിക്കും? ഷെസിലിന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? +8 ഫോർമുല എന്തായിരിക്കും? Add 10 -2. വെരി ഗുഡ്. ഹന്നക്കൊന്ന് പറയാൻ പറ്റുമോ +8 ഫോർമുല? ഹന്ന യെസ്. +8 ഫോർമുല ഒന്ന് പറഞ്ഞു നോക്കിയേ. Add 5. 5 അല്ല, ബോസ് എപ്പോഴും ബിഗ് ഫ്രണ്ടിൽ 10 ആയിരിക്കും. നമ്മളിപ്പോ 9 ചെയ്യാന് +10 -1 ആണ് ചെയ്തത്. അപ്പൊ +8 ചെയ്യാന് +10 -2. യെസ്, വെരി ഗുഡ്. ഹനാൻ ഫാത്തിമ ക്ലിയർ ആണോ? +8 ഫോർമുല ഒന്ന് പറഞ്ഞേ. +10 -2. വെരി ഗുഡ്. അതബി ഒന്ന് പറഞ്ഞേ. ഇതിന്റെ 8ന്റെ ആണോ? +8 ഫോർമുല -10 +2. +10 -2. ഓക്കെ, അയിന ഖദീജക്ക് ഒന്ന് പറയാൻ പറ്റുമോ +8 ഫോർമുല? എത്രയുണ്ട്? +8 മോള് ഇവിടെ ശ്രദ്ധിക്കില്ലായിരുന്നല്ലോ, മോളോട് ക്ലാസ് ചെയ്യല്ലായിരുന്നോ? ഓക്കെ, +9 ഫോർമുല എന്ന് പറഞ്ഞാൽ +10 -1 ആണെങ്കിൽ +8 ഫോർമുല +10 -2. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെ നമുക്ക് 1 വരെയുള്ള ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. അത് എനിക്ക് മനസ്സിലായി മേഡം, ഒന്ന് പഠിച്ചപ്പോഴത്തേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വർക്ക് തരാം. +1 വരെയുള്ള ഫോർമുല ഒന്ന് എഴുതിയിട്ട് അയക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി എങ്ങനെയായിരിക്കും. 10ന് എത്ര ലെസ് ചെയ്യാനുണ്ടാവും? അപ്പൊ അതായിരിക്കും അതിന്റെ ഫ്രണ്ട്, ആ നമ്പറിന്റെ ഫ്രണ്ട്. എങ്ങനാ? +1 വരെയുള്ള ഫോർമുല, ബിഗ് ഫ്രണ്ട് ഫോർമുല. +9 നമ്മൾ പഠിച്ചു, +8 നമ്മൾ പഠിച്ചു, +7 എന്ന് പറഞ്ഞാല് +10 -3. അപ്പൊ 1 ഫോർമുല +10 -9. യെസ്, വെരി ഗുഡ്. അങ്ങനെ നമുക്ക് 10 എടുത്തു കഴിഞ്ഞാല് ആ നമ്പർ കിട്ടാൻ എത്ര ലെസ് ചെയ്യണം എന്ന് നോക്കിയാൽ മതി. അതാണ് അതിന്റെ ഫ്രണ്ട്. ഓക്കെ, നമ്മള് +10 ആ ഫ്രണ്ട് ആരാണോ അങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെ എഴുതണം. അപ്പൊ എല്ലാരും ഗ്രൂപ്പിൽ അയക്കൂലേ ഫോർമുലാസ്? +9 to +1 വരെയുള്ള ഫോർമുല. എനിക്ക് 0 വരെയുള്ള ഫോർമുല മനസ്സിലായി. 0 ഫോർമുല ഇല്ല കുട്ടാ, അത് താഴെ തന്നെ -10 തന്നെ 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, okay, thank you. See you in the next class. Bye. 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 Bye.